നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. പെരിയ ഇരട്ട കൊലപാതകം അന്വേഷിക്കുന്നതിനുള്ള പുതിയ ക്രൈംബ്രാഞ്ച് സംഘം രൂപീകരിച്ചു. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ 5 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊലപാതകം നടത്താൻ പീതാംബരനെ സഹായിച്ചു എന്നാണ് പ്രതികൾക്കെതിരെയുള്ള കുറ്റം. കേസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് കോൺഗ്രസ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തും. എറണാകുളം ക്രൈംബ്രാഞ്ച് എസ്.പി. മുഹമ്മദ് റഫീഖാണ് പെരിയ ഇരട്ടക്കൊലപാതക അന്വേഷണ സംഘത്തിന്റെ പുതിയ തലവൻ. മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രദീപ്, കാസർഗോഡ് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൽ സലീം എന്നിവരും സംഘത്തിലുണ്ട്. IG ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം വൈകാതെ ചുമതലകളിലേക്ക് കടക്കും. ഇന്നലെ അറസ്റ്റിലായ KM സുരേഷ്, K അനിൽകുമാർ, അശ്വിൻ, ശ്രീരാഗ്, ഗിജിൻ എന്നീ പ്രതികളെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ തെളിവെടുപ്പിനായി ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന ആവശ്യം പോലീസ് കോടതിയെ അറിയിക്കും. കൂടുതൽ ആയുധങ്ങൾ പ്രതികൾ കൊലപാതകത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇത് കണ്ടെത്തുന്നതിനായി ഇന്നും തെളിവെടുപ്പ് തുടരും. അതേസമയം അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന ആരോപണവുമായി കോൺഗ്രസ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. മനു ഭരത്, ന്യൂസ് 18, കാസർഗോഡ്. പെരിയ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കോടതിയലക്ഷ്യ കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. UDF കാസർഗോഡ് ജില്ലാ ചെയർമാൻ MC കമറുദ്ദീൻ, കൺവീനർ A ഗോവിന്ദൻ നായർ എന്നിവരും കോടതിയിലെത്തും. ഹർത്താലിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ രേഖകൾ സഹിതം സമർപ്പിക്കണമെന്ന് കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. മുൻകൂർ നോട്ടീസ് നൽകാതെ ഹർത്താൽ പ്രഖ്യാപിക്കരുതെന്ന ഉത്തരവിന് വിരുദ്ധമായി അർദ്ധരാത്രിയിൽ മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് കോടതി സ്വമേധയാ കേസെടുത്തത്. കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തെ എല്ലാവരും തള്ളിപ്പറയണമെന്ന് എഴുത്തുകാരൻ KP രാമനുണ്ണി. കൊലപാതകം നടത്തിയവരെ ആരും സംരക്ഷിക്കരുത്. ഇത്തരക്കാർക്ക് സംരക്ഷണം നൽകിയാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഗതികേടാകും. സാഹിത്യകാരന്മാരുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ ഉൾപ്പെടുത്തി കൂട്ടായ്മ രൂപീകരിക്കണമെന്നും പ്രതികരിക്കേണ്ട സമയത്തെല്ലാം പ്രതികരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം മലപ്പുറം തിരൂരിൽ പറഞ്ഞു. മാസ് പാർട്ടി സെക്രട്ടറിയും ഒക്കെ 100% ഇതിനെ തള്ളിപ്പറഞ്ഞു. ഇത് എല്ലാവരും തള്ളിപ്പറയണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഇങ്ങനെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയവർക്ക് ഒരു ന്യായ പൈസയുടെ സഹായമോ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാക്കുക. മാസ് പാർട്ടി ഇപ്പോൾ തീരുമാനം എടുത്തു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ ഗതികേടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പോലീസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. തിരുവനന്തപുരം, തൃശൂർ IGമാരെ മാറ്റി. അശോക് യാദവാണ് പുതിയ തിരുവനന്തപുരം റേഞ്ച് IG. കൊച്ചി IG വിജയ് സാക്കറേക്ക് തൃശൂരിന്റെയും ചുമതല നൽകി. തൃശൂർ റേഞ്ച് IG MR അജിത് കുമാറിനെ കേരള പോലീസ് അക്കാദമിയിലേക്ക് മാറ്റി നിയമിച്ചു. IGമാരെയും കമ്മീഷണർമാരെയും സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അടിയന്തരമായി പുറത്തിറക്കുകയായിരുന്നു. SNC ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരായ CBIയുടെ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് 3 മുൻ വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥർ നൽകിയ ഹർജിയും കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഹർജികളിൽ അന്തിമവാദം എപ്പോൾ തുടങ്ങുമെന്ന് കോടതി വ്യക്തമാക്കിയേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറെ നിർണായകമായ SNC ലാവ്ലിൻ കേസിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുപ്രീംകോടതിയിൽ അന്തിമവാദം നടക്കുമോ? CBIയുടെയും മുൻ ഉദ്യോഗസ്ഥരുടെയും അപ്പീലുകൾ കോടതി ഇന്ന് പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിലാണ് തീരുമാനം പ്രതീക്ഷിക്കുന്നത്. ഒരേ കേസിൽ പിണറായി വിജയൻ അടക്കം 3 പ്രതികളെ കുറ്റവിമുക്തരാക്കുകയും മറ്റുള്ളവരെ പ്രതിപട്ടികയിൽ നിലനിർത്തുകയും ചെയ്ത ഹൈക്കോടതി ഉത്തരവ് ന്യായീകരിക്കാനാവില്ലെന്നാണ് CBIയുടെ വാദം. അപ്പീലിൽ പിണറായി വിജയൻ, മുൻ ഊർജ്ജ സെക്രട്ടറി മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി ഫ്രാൻസിസ് എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചെങ്കിലും മറുപടി സത്യവാങ്മൂലം ആരും സമർപ്പിച്ചിട്ടില്ല. പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥരായ കസ്തൂരിരംഗൻ അയ്യർ, R ശിവദാസൻ, KG രാജശേഖരൻ നായർ എന്നിവർ നൽകിയ ഹർജിയും കോടതിയുടെ പരിഗണനയ്ക്ക് വരും. കേസിൽ കക്ഷിയിറക്കണമെന്നാവശ്യപ്പെട്ട് VM സുധീരനും അപേക്ഷ നൽകിയിട്ടുണ്ട്. അപ്പീലിൽ തീരുമാനം ആകുന്നതുവരെ കേസിലെ വിചാരണ നടപടികൾ കോടതി സ്റ്റേ ചെയ്തിരുന്നു. ന്യൂസ് 18, ഡൽഹി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ പുൽവാമ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചു. മൃഗീയമായ നടപടിയെന്നാണ് സുരക്ഷാ കൌൺസിൽ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. ഇത്തരം ആക്രമണങ്ങൾക്ക് വേണ്ടി പണവും സൌകര്യങ്ങളും ചെയ്തു നൽകുന്ന കേന്ദ്രങ്ങളെ അമർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൌൺസിൽ അംഗരാജ്യങ്ങളോട് ഇന്ത്യയ്ക്ക് എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാന്മാരുടെ കുടുംബങ്ങളോടുള്ള അനുശോചനവും യോഗം രേഖപ്പെടുത്തി.
പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നിലപാട് കൂടുതൽ കടുപ്പിച്ച ഇന്ത്യ 3 നദികളിലെ ജലം പാകിസ്ഥാനുമായി പങ്കുവയ്ക്കുന്നത് നിർത്തിവെക്കും. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന 3 നദികളിലെ ജലം യമുന നദിയിലേക്ക് തിരിച്ചുവിടുമെന്ന് ജലവിഭവ മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് പൂർണ്ണ നിയന്ത്രണമുള്ള നദികളിലെ ജലം പാകിസ്ഥാനുമായി പങ്കുവയ്ക്കുന്നതാണ് ഇന്ത്യ നിർത്താനൊരുങ്ങുന്നത്. നേരത്തെ പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇന്ത്യ വൻതോതിൽ വർദ്ധിപ്പിച്ചിരുന്നു. നയതന്ത്ര വ്യാപാര തിരിച്ചടികൾക്ക് പിന്നാലെയാണ് പുതിയ നീക്കം. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം കശ്മീരികൾക്കെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അക്രമങ്ങളിൽ കശ്മീരി വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അഭിഭാഷകനായ താരിഖ് അദീബാണ് ഹർജിക്കാരൻ. പുൽവാമയിലെ 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് ശേഷം ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കശ്മീരി വിദ്യാർത്ഥികൾക്കെതിരെ വ്യാപകമായ തോതിൽ ആക്രമണവും നടക്കുന്നതായും സാമൂഹിക ബഹിഷ്കരണം നടക്കുന്നുവെന്നും ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് പാലക്കാടെത്തും. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന നേതാക്കൾക്കിടയിൽ ഭിന്നത തുടരുന്നതിനിടെയാണ് അമിത്ഷായുടെ സന്ദർശനം. ഇന്നുച്ചയ്ക്ക് പാലക്കാടെത്തുന്ന BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ 2 യോഗങ്ങളിലാണ് പങ്കെടുക്കുക. 3 മണിക്ക് നടക്കുന്ന യോഗത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ, കൺവീനർമാർ, മുഴുവൻ സമയ പ്രവർത്തകർ, സാമൂഹ്യ മാധ്യമങ്ങളുടെ ചുമതലയുള്ളവർ, ജില്ലാ പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുക്കും. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ, പാർട്ടി പരിപാടികൾ, ബൂത്ത് തല പ്രവർത്തനങ്ങൾ എന്നിവ വിലയിരുത്തും. തുടർന്ന് 5 മണിക്ക് പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിലെ പ്രവർത്തകർ പങ്കെടുക്കുന്ന കൺവെൻഷൻ അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11-ന് സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന നേതൃയോഗവും ചേരുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. ശബരിമല സമരം വിജയിപ്പിക്കാൻ കഴിയാത്തതിന് ഇന്ന് അമിത്ഷായ്ക്ക് മുന്നിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് വിശദീകരണം നൽകേണ്ടിവരും. സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയെ ചൊല്ലിയും സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരം പരാജയപ്പെട്ടത് സംബന്ധിച്ചും പാർട്ടിയിൽ ഭിന്നത രൂക്ഷമാണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കേരള യാത്രയ്ക്കും ഇന്ന് അന്തിമ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷ. മുന്നിൽ വന്നു വീണ സുവർണാവസരം സംസ്ഥാന നേതൃത്വം കളഞ്ഞുകുളിച്ചെന്ന വിലയിരുത്തലാണ് BJP ദേശീയ നേതൃത്വത്തിനുള്ളത്. ഇതിന് അമിത്ഷായ്ക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന ആശങ്കയിലാണ് സംസ്ഥാന നേതാക്കൾ. ഇതിനിടയിലാണ് സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയുള്ള ഭിന്നത. കൊച്ചിയിൽ നടന്ന കോർ കമ്മിറ്റിയിൽ മുരളീധര പക്ഷം വിട്ടുനിന്നതും മറുവിഭാഗം ആയുധമാക്കും. പാർട്ടി വക്താവ് MS കുമാറിനോട് വിശദീകരണം ചോദിച്ചതിനെ ചൊല്ലിയും തർക്കമുണ്ട്. കുമ്മനം രാജശേഖരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തിരുവനന്തപുരത്തെ പാർട്ടി പ്രവർത്തകർക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിലായിരുന്നു വിശദീകരണം. തിരുവനന്തപുരം മണ്ഡലം ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയുടെ നീക്കമാണിതെന്നും പാർട്ടിയിൽ പരാതിയുണ്ട്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ താഴെത്തട്ട് മുതലുള്ള ചുമതലക്കാരുടെ യോഗത്തിലും സംസ്ഥാന ഭാരവാഹി യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. 4 മേഖലകളായി തിരിച്ച പാർട്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന കേരള യാത്രയുടെ പ്രഖ്യാപനവും ഉണ്ടായേക്കും. ശബരിമല വിഷയത്തിൽ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിൽ രഥയാത്ര നടന്നതിനാൽ ജനറൽ സെക്രട്ടറിമാരായ AN രാധാകൃഷ്ണൻ, MD രമേശ്, K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജാഥ നടത്താനാണ് ആലോചന. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടിയാണ് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തുടക്കം കുറിക്കുന്നത്. ശബരിമല വിഷയത്തെ എങ്ങനെ പരമാവധി വോട്ടാക്കി മാറ്റാം എന്ന തന്ത്രത്തിലൂന്നിയാവും പ്രധാനമായും തെരഞ്ഞെടുപ്പ് പ്രചരണം. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. മഹാരാഷ്ട്രയിൽ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കർഷകർ നടത്തിയ ലോങ് മാർച്ച് അവസാനിപ്പിച്ചു. സർക്കാർ ഉറപ്പുകൾ എഴുതി നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. എഴുതി നൽകിയത് കൊണ്ടായില്ലെന്നും കർഷകരെ രക്ഷിക്കാൻ ആത്മാർത്ഥമായ നടപടികൾ ഉണ്ടാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. 6 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ലോങ് മാർച്ച് അവസാനിപ്പിക്കുന്നതായി നേതാക്കൾ അറിയിച്ചത്. ചർച്ചയിൽ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച സർക്കാർ വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്ന് എഴുതി നൽകി. മന്ത്രിമാരായ ഗിരീഷ് മഹാരാജൻ, രഘുനാഥ് റാവു എന്നിവരുമായാണ് കർഷകർ ചർച്ച നടത്തിയത്. ലോങ് മാർച്ച് ഏതാനും കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. കാർഷിക കടങ്ങൾ എഴുതി തള്ളുക, കർഷകർക്കാവശ്യമായ വെള്ളമെത്തിക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് 71 കിലോമീറ്റർ ദൂരമാണ് കർഷകർ മാർച്ച് ചെയ്യാൻ ഒരുങ്ങിയത്. മാർച്ചിന് പോലീസ് അനുമതി നിഷേധിക്കുകയും കർഷകരെ വിവിധയിടങ്ങളിൽ തടയുകയും ചെയ്തിരുന്നു. കർഷകരും ആദിവാസികളുമായി 1 ലക്ഷത്തോളം പേര് അണിനിരുന്ന മാർച്ച് കഴിഞ്ഞ വർഷം നടന്നിരുന്നു. അന്ന് നൽകിയ ഉറപ്പുകൾ സർക്കാർ പാലിക്കാത്തതാണ് കർഷകരെ വീണ്ടും പോരാട്ടപാതയിൽ എത്തിച്ചത്. ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ വീണ്ടും സമരത്തിനിറങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് കർഷകർ ഈ തവണയും സമരം നിർത്തി മടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ സംഘടനയായ ജമാഅത്ത് ദഅവയെ പാകിസ്ഥാൻ നിരോധിച്ചു. സംഘടനയുടെ ജീവകാരുണ്യ വിഭാഗമായ ഫലാഹെ ഇൻസാനിയാത്ത് ഫൗണ്ടേഷനെയും നിരോധിച്ചിട്ടുണ്ട്. പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകര സംഘടനകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന രാജ്യാന്തര സമ്മർദ്ദത്തെ തുടർന്നാണ് പാകിസ്ഥാന്റെ നടപടി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതിയാണ് ഹാഫിസ് സയ്യിദിന്റെ സംഘടനയെ നിരോധിച്ചത്. 165 പേർ കൊല്ലപ്പെട്ട മുംബൈ ഭീകരാക്രമണം നടത്തിയത് ജമാഅത്തുദ്ദഅവയുടെ സഹായത്തോടെയാണെന്ന് ഇന്ത്യ കണ്ടെത്തിയിരുന്നു. പലതവണ ആവശ്യപ്പെട്ടിട്ടും ഹാഫിസ് സയ്യിദിനെതിരെ പാകിസ്ഥാൻ കർശന നടപടി സ്വീകരിച്ചിരുന്നില്ല. വീട്ടുതടങ്കലിലായിരുന്ന സയ്യിദിനെ പാക് ഭരണകൂടം 2017 നവംബറിൽ മോചിപ്പിക്കുകയും ചെയ്തു. പിന്നീട് കാശ്മീർ ഐക്യദാർഢ്യ ദിനത്തിൽ ലാഹോറിൽ കൂറ്റൻ ഇന്ത്യാവിരുദ്ധ റാലിയും ഹാഫിസ് സയ്യിദ് നടത്തിയിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം ആഗോളതലത്തിൽ പാകിസ്ഥാനെതിരെ വികാരം ശക്തമായിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ നടപടിക്ക് കാരണം. പാകിസ്ഥാൻ സൈന്യത്തിലടക്കം വിപുലമായ സ്വാധീനമുള്ള ഭീകര സംഘമാണ് ജമാഅത്തുദ്ദഅവ. 300 പരിശീലന കേന്ദ്രങ്ങളും നിരവധി സ്കൂളുകളും ആശുപത്രികളും പുസ്തക പ്രസിദ്ധീകരണശാലയും ആംബുലൻസ് സർവീസും ഇവർക്കുണ്ട്. ജമാഅത്തുദ്ദഅവയ്ക്ക് 50,000-ലേറെ വോളണ്ടിയർമാരും 100 കണക്കിന് ജീവനക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിരോധനം എത്രത്തോളം ഫലവത്താകുമെന്ന് പറയാനാവില്ല. അമേരിക്ക നേരത്തെ തന്നെ ഹാഫിസ് സയ്യിദിനെയും ജമാഅത്തുദ്ദഅവയെയും ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ നടന്ന തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 81ആയി. പ്രശസ്തമായ ചൌക്ക് ബസാറിലാണ് അപകടം നടന്നത്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന തെരുവിലെ മാൻഷനിൽ പിടിച്ചെത്തി സമീപത്തുള്ള ഗോഡൌണിലേക്ക് പടരുകയായിരുന്നു. ഇതിനു സമീപം വിവാഹാഘോഷം നടക്കുന്നതാണ് ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത്. 50-ൽ പരം ആളുകൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. മേഖലയിൽ പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങളും കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകൾ. ബംഗാളിൽ സിപിഎം കോൺഗ്രസ് ധാരണയ്ക്ക് കല്ലുകടിയായി സീറ്റ് വിഭജനം. 14 സീറ്റുകൾ മാത്രമേ നൽകാനാകൂ എന്ന സിപിഎം നിലപാടിൽ വിയോജിച്ച് കോൺഗ്രസ്. സിപിഎമ്മിന്റെ 2 സിറ്റിംഗ് സീറ്റുകൾ വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം സിപിഎം അംഗീകരിക്കുമോ അതോ തള്ളുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ബംഗാളിൽ ആകെയുള്ള 42 സീറ്റുകളിൽ 28 സീറ്റുകളിൽ മത്സരിക്കാനാണ് സിപിഎം തീരുമാനം. ബാക്കിയുള്ള 14 സീറ്റുകൾ കോൺഗ്രസിന് നൽകാമെന്നാണ് സിപിഎം നിലപാട്. എന്നാൽ 20 സീറ്റെങ്കിലും വേണമെന്ന ഉറച്ച നിലപാടാണ് കോൺഗ്രസിനുള്ളത്. കഴിഞ്ഞ തവണ 4 സീറ്റുകളിൽ കോൺഗ്രസും 2 സീറ്റുകളിൽ സിപിഎമ്മുമാണ് വിജയിച്ചത്. സിപിഎമ്മിന്റെ സിറ്റിംഗ് സീറ്റുകളായ റായ്ഗഞ്ചും മൂർഷിദാബാദും വിട്ടുനൽകണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നാണ് സിപിഎം നിലപാട്. സിപിഎമ്മും കോൺഗ്രസും മാറി മാറി വിജയിച്ച മണ്ഡലങ്ങളാണ് റായ്ഗഞ്ചും മൂർഷിദാബാദും. കഴിഞ്ഞ തവണ സിപിഎം വിജയിച്ച ഈ 2 സീറ്റുകളും കോൺഗ്രസിൽ നിന്ന് സിപിഎം പിടിച്ചെടുക്കുകയായിരുന്നു. ബംഗാളിൽ സിപിഎമ്മിന് ആകെയുള്ള ഈ സീറ്റുകൾ ഇത്തവണ വിട്ടുനൽകണമെന്ന കോൺഗ്രസിന്റെ ആവശ്യമാണ് ധാരണയിൽ കല്ലുകടിയാകുന്നത്. റായ്ഗഞ്ച് എം പി മുഹമ്മദ് സലീമിനെയും മൂർഷിദാബാദ് എം പി ബദറുദ്ദോസ ഖാനെയും വീണ്ടും മത്സരിപ്പിക്കാൻ സിപിഎം ആലോചിക്കുന്നതിനിടയിലാണ് സീറ്റുകൾ വിട്ടുനൽകണമെന്ന കോൺഗ്രസിന്റെ പിടിവാശി. നിലവിലെ സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകിയാൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ വിഭാഗീയത ഉണ്ടാക്കുമെന്നാണ് സിപിഎമ്മിന്റെ കണക്കുകൂട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധാരണയിൽ മത്സരിക്കാൻ സിപിഎം കോൺഗ്രസ് തീരുമാനമായെങ്കിലും സീറ്റ് വിഭജനം രമ്യമായി എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന ആലോചനയിലാണ് നേതാക്കൾ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കെവിൻ കേസിൽ പ്രതികളുടെ അഭിഭാഷകരുടെ പ്രാഥമിക വാദം ഇന്ന് കോട്ടയം സെഷൻസ് കോടതിയിൽ നടക്കും. കെവിന്റേത് മുങ്ങിമരണമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി കേസ് നിലനിൽക്കില്ലെന്ന വാദമായിരിക്കും പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുക. എന്നാൽ കെവിനെ മുക്കിക്കൊന്നതാകാമെന്ന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് മറുവാദവുമായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കും. കെവിന്റെ ഭാര്യ നീനുവിന്റെയും അച്ഛനും സഹോദരനും ഉൾപ്പെടെയുള്ള പ്രതികൾ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണെന്നാണ് പ്രോസിക്യൂഷൻ നേരത്തെ വാദിച്ചത്. പ്രോസിക്യൂഷൻ വാദം കഴിഞ്ഞയാഴ്ച പൂർത്തിയായിരുന്നു. മധു ഓർമ്മയായിട്ട് 1 വർഷം. മോഷണക്കുറ്റം ആരോപിച്ച് അട്ടപ്പാടിയിൽ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ ആദിവാസി യുവാവ് മധുവിന്റെ വേർപാടിൽ ഇപ്പോഴും നീറിക്കഴിയുകയാണ് അമ്മയും സഹോദരങ്ങളും. കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ നടപടികൾ ആരംഭിക്കാത്തതിൽ നിരാശരാണ് കുടുംബം. സർക്കാർ നിയമിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പിന്മാറിയെങ്കിലും പകരം ആരെയും നിയമിച്ചിട്ടില്ല. ലോകത്തിനു മുമ്പിൽ കേരളം തലകുനിച്ച ആ ദിവസത്തിന്
ഇന്നൊരു വർഷം തികയുകയാണ്. മോഷണക്കുറ്റത്തിന്റെ പേരിൽ അട്ടപ്പാടിയിൽ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട മധുവിന്റെ നീറുന്ന ഓർമ്മകളിലാണ് അമ്മ മല്ലിയും സഹോദരങ്ങളും. കാട്ടിലായിരുന്നു മധുവിന്റെ താമസം. അവിടെ നിന്നാണ് പിടികൂടി ആൾക്കൂട്ട വിചാരണയ്ക്കായി കൈകെട്ടി കള്ളൻ എന്ന് വിളിച്ച് തല്ലി മുക്കാലി വരെ നടത്തിയത്. ഇന്ന് കാട്ടിൽ പോകുമ്പോൾ, പുഴയിലേക്കിറങ്ങുമ്പോൾ, വിറക് ശേഖരിക്കുമ്പോൾ എല്ലാം അമ്മ മല്ലിയുടെ മനസ്സിൽ മധുവാണ്. ഇതൊക്കെ ഈ കാട്ടിന്റെ കൂടെ തന്നെ എന്റെ മോനുണ്ടായിരുന്നതാ. അത് കാണാനോ പിടിക്കാനോ ഒന്നുമില്ല. വിറക് പോയാല്, പുളയ്ക്ക് പോയാല്, എവിടെ പോയാലും അതേപോലെ കാണുന്നുണ്ട്. കാണാൻ പറ്റില്ല. അത് ഓർത്തിട്ട് വീട്ടിൽ വന്ന് കിടക്കുമ്പോ അന്ന് ഉറക്കം വരില്ല. കഴിഞ്ഞ വർഷം ശിവരാത്രി കഴിഞ്ഞിട്ടായിരുന്നു മധുവിന്റെ മരണം. ഈ വർഷത്തെ ശിവരാത്രിക്ക് ഇനിയുള്ള ശിവരാത്രിക്കും മധുവില്ല എന്നത് സഹോദരി സരസുവിന്റെ നെഞ്ചിലെ നീറ്റലാണ്. കഴിഞ്ഞ പ്രാവശ്യം ശിവരാത്രി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ശിവരാത്രി വരുന്നുണ്ടല്ലോ, അപ്പോൾ അവന് ഡ്രസ്സ് എടുക്കേണ്ട കാര്യമുണ്ടല്ലോ, അത് ഞങ്ങളുടെ മനസ്സിൽ ഓടി നടക്കുമായിരുന്നു. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും വിചാരണ തുടങ്ങാത്തതിൽ മധുവിന്റെ കുടുംബം നിരാശയിലാണ്. ഇതിനിടെ സർക്കാർ നിയമിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പിന്മാറിയെങ്കിലും പകരം ആളെ നിയമിക്കാത്തതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. തുടക്കത്തിൽ സർക്കാർ ഞങ്ങളൊപ്പം തന്നെ ഉണ്ടായിരുന്നത്. പിന്നീട് അത് സർക്കാരുമായിട്ടുള്ള ആ ബന്ധം കുറേ ഉണ്ടായത്. കാരണം എന്താന്ന് വെച്ചാൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റുകയും ചെയ്തു. അതുപോലെ അങ്ങനെ തന്നെ സർക്കാരിന് ഞങ്ങൾക്ക് അങ്ങനെ വേറൊരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കേണ്ടതായിരുന്നു. മധുവിനെ കൊന്നവർക്ക് ശിക്ഷ കിട്ടുന്നതുവരെ പോരാട്ടം തുടരും എന്ന് അമ്മയും സഹോദരങ്ങളും പറയുന്നു. മധു മരിച്ച് ഒരു വർഷമായിട്ടും വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല. തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നീതി ലഭ്യമാക്കണം എന്നാണ് മധുവിന്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും പറയാനുള്ളത്. ക്യാമറമാൻ KM പ്രയത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ആലുവ പെരിയാർ തീരത്ത് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഇരുട്ടിൽ തപ്പി പോലീസ്. മൃതദേഹം ആരുടേതെന്ന് സ്ഥിരീകരിക്കാനോ പ്രതികളെക്കുറിച്ചോ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹം പൊതിയാൻ ഉപയോഗിച്ച പുതപ്പ് വാങ്ങിയ കട ഏതാണെന്ന് മാത്രമേ പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മൃതദേഹം പുതപ്പിൽ പൊതിഞ്ഞ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കല്ലിൽ വരിഞ്ഞുകെട്ടിയ നിലയിലാണ് കണ്ടെത്തിയത്. തിരുവനന്തപുരം വിമാനത്താവള ചുമതല സംസ്ഥാന സർക്കാരിന് ലഭിച്ചാൽ പ്രവർത്തന മേൽനോട്ടം കൊച്ചിൻ എയർപോർട്ട് ലിമിറ്റഡിന് നൽകരുത് എന്ന ആവശ്യം. തിരുവനന്തപുരം എയർപോർട്ടിനെ തകർത്തത് കൊച്ചി ലോബിയാണ് എന്ന ആക്ഷേപം ഉന്നയിച്ച് ചേംബർ ഓഫ് കൊമേഴ്സ് ജില്ലാ നേതൃത്വമാണ് മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കാത്തതിന് പിന്നിൽ കൊച്ചി ലോബിയാണെന്ന ആക്ഷേപത്തിന് സമാനമായ വാദങ്ങളാണ് വീണ്ടും തലസ്ഥാന ജില്ലയിൽ നിന്നും ഉയരുന്നത്. യൂസർ ഫീസ് നിരക്ക് കുത്തനെ ഉയർത്തിയ എയർപോർട്ട് അതോറിറ്റിയുടെ നടപടികൾ മൂലം കഴിഞ്ഞ 2 മാസത്തിനിടെ തിരുവനന്തപുരത്ത് സർവീസ് അവസാനിപ്പിച്ചത് 5 എയർലൈൻ കമ്പനികളാണ്. സംസ്ഥാനത്തെ മറ്റെല്ലാ വിമാനത്താവളങ്ങൾക്കും 2000 ഏക്കറിലധികം വിസ്തൃതിയുള്ളപ്പോൾ തിരുവനന്തപുരത്തിന്റെ വ്യാപ്തി 700 ഏക്കറിൽ താഴെയാണ്. ഇപ്പോൾ 18 ഏക്കർ കൂടി ഏറ്റെടുക്കുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ ലേലത്തിൽ വിമാനത്താവളത്തിന്റെ അവകാശം സ്വകാര്യ കമ്പനികൾ നേടിയാൽ ഭൂമി വിട്ടു നൽകില്ലെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. ഇത്തരമൊരു നിലപാടിന് പിന്നിൽ കൊച്ചി ലോബിയാണെന്നാണ് ആക്ഷേപം. തിരുവനന്തപുരത്ത് വരാൻ താല്പര്യം കാണിക്കുന്ന പല കമ്പനികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ സിയാൽക്കാർ നമുക്ക് തരുന്ന ഓഫറും തിരുവനന്തപുരത്ത് പോകണ്ട, ഇവിടെ ബിസിനസ് മൊത്തം ഇവിടെ കിടക്കുന്നത്, എന്തിനാണ് തിരുവനന്തപുരം, നിങ്ങൾ തിരുവനന്തപുരത്ത് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് സിയാൽക്കാർ പറയുന്നത്. അത് ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. കാര്യം അതുകൊണ്ട് സിയാലുമായിട്ടുള്ള ട്രസ്റ്റ് ഡെഫിസിറ്റ് ഞങ്ങൾക്ക് കൂടുതലാണ്. കാരണം ഞങ്ങൾക്ക് വിശ്വാസ്യത കുറവാണ്. അപ്പോൾ അതിനൊരു ഓപ്പറേറ്റർ സർക്കാർ നമുക്ക് വിശ്വാസം ഉള്ള ഒരു ഓപ്പറേറ്റർ കൊണ്ടുവന്നില്ലെങ്കിൽ നാം തിരുവനന്തപുരത്തുള്ള ആൾക്കാർ പ്രതികരിക്കും. ലേലത്തിൽ സംസ്ഥാന സർക്കാർ അവകാശം നേടിയാലും നടത്തിപ്പ് ചുമതല സിയാലിനെ ഏൽപ്പിക്കരുത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രവൃത്തി പരിചയമുള്ള ഓപ്പറേറ്ററെ കൊണ്ടുവരണമെന്നാണ് ചേംബറിന്റെ ആവശ്യം. 2 വർഷത്തിലധികമായി കാർഗോയും പൂട്ടിക്കിടക്കുകയാണ്. 6 മാസം മുമ്പ് പൂട്ടിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് തുറക്കുന്നതിലും തീരുമാനമായില്ല. സ്വകാര്യവൽക്കരണം വഴി രക്ഷപ്പെടുമെങ്കിൽ സർക്കാർ അതിന് തുരങ്കം വയ്ക്കരുതെന്നും ചേംബർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മരുന്ന് നിർമ്മാണ രംഗത്ത് പുത്തൻ നേട്ടങ്ങൾ കൈവരിച്ച് പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് നിർമ്മാണം പൂർത്തീകരിച്ച നോൺ ബീറ്റ ലാക്ടം പ്ലാന്റിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച നിർവഹിക്കും. പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സ്വകാര്യ കമ്പനികൾ 324 രൂപ നിരക്കിൽ നൽകുന്ന മരുന്നുകൾ വെറും 28 രൂപയ്ക്ക് നൽകാൻ കഴിയും. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്ന മരുന്നുകളാണ് നോൺ ബീറ്റാ ലാക്ടം പ്ലാന്റിലൂടെ പൊതുമേഖലാ സ്ഥാപനമായ KSDP തുച്ഛമായ വിലയിൽ വിപണിയിലെത്തിക്കുക.
സ്വകാര്യ വിപണിയിൽ 324 രൂപ വിലമതിക്കുന്ന 5 ഇനത്തിൽപ്പെട്ട 11 കോമ്പിനേഷൻ മരുന്നുകൾ 14 മുതൽ 28 രൂപ വരെ നിരക്കിൽ KSDP പൊതുജനങ്ങൾക്കായി നൽകും. സംസ്ഥാനത്ത് മാത്രം 7000-ഓളം രോഗികളാണ് നിത്യേന ഈ മരുന്നുകളെ ആശ്രയിക്കുന്നത്. കരള് അതുപോലെ വൃക്ക മാറ്റിവെച്ച ആളുകൾക്ക് എല്ലാ ദിവസവും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം. അപ്പോൾ അത് ഏകദേശം 28 രൂപ വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ മാർക്കറ്റിലെ വില 171 രൂപ മുതൽ 326 രൂപ വരെ വരും. അതായത് 140 രൂപ മുതൽ 300 രൂപ വരെ അവർക്ക് ഓരോ ദിവസവും സേവ് ചെയ്യാൻ കഴിയും. മരുന്നുകളുടെ അന്താരാഷ്ട്ര ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിച്ചുള്ളതാണ് പുതിയ പ്ലാന്റ്. പ്ലാന്റിലൂടെ 159 കോടി രൂപയുടെ വരുമാനമാണ് ലക്ഷ്യമിടുന്നത്. ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും പുറമെ കർണാടകയും തമിഴ്നാടും ഇപ്പോൾ KSDPയുടെ ഉപഭോക്താക്കളാണ്. ചിലവേറിയതുകൊണ്ട് സ്വകാര്യ കമ്പനികൾ നിർത്തലാക്കിയ വാതപ്പനിയുടെയും വാതജന്യ ഹൃദ്രോഗത്തിന്റെയും മരുന്നുകൾ KSDPയിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളും വാങ്ങണമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉത്തരവും KSDPയുടെ മികവിനുള്ള അംഗീകാരമാണ്. ന്യൂസ് 18 ആലപ്പുഴ. സുരേഷ് ഗോപി MPയെ കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് അംബാസിഡറാക്കിയ തീരുമാനം മണിക്കൂറുകൾക്കുള്ളിൽ തിരുത്തി KMRL. രാജ്യസഭാംഗത്തെ ബ്രാൻഡ് അംബാസിഡറാക്കിയത് വിവാദമായതിന് തൊട്ടുപിന്നാലെയാണ് തിരുത്തി വാർത്താക്കുറിപ്പ് ഇറക്കിയത്. മെട്രോ യാത്രക്കാരുടെ വിവരശേഖരണത്തിനുള്ള പരിപാടിയുടെ ഉദ്ഘാടനത്തിനാണ് രാജ്യസഭാംഗം സുരേഷ് ഗോപി എത്തിയത്. പരിപാടിയുടെ അധ്യക്ഷനായ KMRL MD മുഹമ്മദ് ഹനീഷ് പ്രസംഗത്തിനിടെ സുരേഷ് ഗോപി മെട്രോയുടെ ബ്രാൻഡ് അംബാസിഡറാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചു. ഒരു നല്ലൊരു കാര്യം കൂടി ഇവിടെ ഒരു കിട്ടിയാൽ കൊള്ളാമായിരുന്നു, ഒരു ചെറിയൊരു ആഗ്രഹം. സുരേഷ് ഗോപി സാറ് കൊച്ചി മെട്രോ റെയിലിന്റെ ബ്രാൻഡ് അംബാസിഡറാകാൻ സന്നദ്ധത പ്രകടിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുള്ളൂ. മെട്രോയുടെ ആവശ്യം ഏറ്റെടുക്കുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു. ചോദിച്ച ആരോടും ഞാൻ നിഷേധിച്ചിട്ടില്ല, സന്തോഷം തന്നെയാണ്. അതിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് എനിക്കറിയാം. There will be intermittent visits. I will see that. I will add my very mighty quotient into bringing up the system. രാജ്യസഭാംഗത്തെ കൊച്ചി മെട്രോ ബ്രാൻഡ് അംബാസിഡറാക്കി പ്രഖ്യാപിച്ചത് വിവാദമായതിനെ തുടർന്ന് KMRL തീരുമാനം തിരുത്തി. സുരേഷ് ഗോപി ഔദ്യോഗിക ബ്രാൻഡ് അംബാസിഡറല്ലെന്നും മെട്രോയുടെ ജനോപകാര പദ്ധതികളുടെ ഭാഗമായി സഹകരിപ്പിക്കാൻ മാത്രമാണ് ശ്രമിച്ചതെന്നുമാണ് വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷൻ ഉച്ചകോടി ഇന്ന് സമാപിക്കും. 25 രാജ്യങ്ങളിൽ നിന്ന് 2000 പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ടെന്നീസ് താരം ആൻഡ്രെ അഗാസി, സിനിമാ താരം ദീപിക പദുകോൺ എന്നിവർ ഇന്ന് അതിഥികളായെത്തും. ഇന്നലെ നടന്ന സെഷനുകളിൽ ശശി തരൂർ MP, ഫേസ്ബുക്ക് വൈസ് പ്രസിഡന്റ് മാർക്ക് DRC, യൂണിലിവർ CEO പോൾ പോൾമാൻ, ഗൂഗിൾ CEO സിമോൻ ഖാൻ എന്നിവർ പങ്കെടുത്തു. ഉൽപാദക രംഗത്തും പരസ്യമേഖലയിലും വിശ്വാസ്യതയും നൈതികതയും ഉറപ്പുവരുത്തുന്നതിനുള്ള ബ്രാൻഡ് ധർമ്മമാണ് ഉച്ചകോടിയുടെ പ്രമേയം. ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ, അതിജീവന കലയുടെ ആചാര്യൻ ശ്രീ രവിശങ്കർ, സ്കൈപ്പ് സഹസ്ഥാപകൻ ജോനാസ് കിൽബർഗ്, ഇൻഫോസിസ് ചെയർമാൻ നന്ദൻ നീലേഖനി എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുത്തു.